നമ്മളിത് കാണാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉഡായ്പ വീരനെ നിങ്ങൾക്കറിയാലോ. ഇയാളുടെ വീഡിയോ ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓരോ ദിവസം കഴിയുന്നോറും ഇയാളെ വിശ്വാസികളെ വഞ്ചിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഈ ഉഡായ്പ വീരനെ പറിച്ചു ചീന്താനുണ്ട്. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ വിമർശിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗത്ത് നമ്മളെ പോലുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ട്, അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ വിമർശിച്ചുകൊണ്ട് 2-3 പരാമർശം നടത്തുന്നുണ്ട്. ഇയാളുടെ ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്തത് ആള് യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിഷ്പക്ഷ നിലപാടാണ് എടുക്കുന്നത്. പിന്നെ നിനക്കെങ്ങനെയാണ് ഈ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യാതെ വിമർശിക്കാതെ നിൽക്കാൻ പറ്റുന്നത്? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഒന്നും അറിയാത്ത 10-40,000 പേരെ കൊന്നു തള്ളിയ ആൾക്കാരാണ് ഇവര്. അവരെ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോ നിന്നെ പോലുള്ള ആളുകൾ ഞങ്ങളെ പോലുള്ള ആളുകളെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിന്നെ പോലുള്ള ആളുകളെ പറിച്ച് ചീന്താൻ എനിക്ക് അറിയായിട്ടില്ല. ഞാൻ വന്ന വയ്യൊന്ന് നീ ഒന്ന് എടുത്തു നോക്ക്, എന്തെങ്കിലും അറിഞ്ഞിട്ട് സംസാരിക്കുക. അവന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, കുറച്ച് ബ്ലർ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ചില യൂട്യൂബർമാർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലൂടെ തുപ്പുന്ന വർഗീയത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഗീയ പ്രശ്നം എന്നതല്ല, അത് ശരിക്കും അതൊരു മാനുഷിക പ്രശ്നമാണ്. കേട്ടില്ലേ പറഞ്ഞത്? ഇത് എനിക്കിട്ട് താങ്ങിയതാണ്. എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്ക് ഇട്ട് താങ്ങി കൊടുത്തതാണ്. നിന്നോട് ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പറഞ്ഞില്ലേ മാനുഷിക പരിഗണന വേണമെന്ന്. ആ പരിഗണന ഇസ്രായേലി ജൂതന്മാര് ചെയ്യുന്നുണ്ടോ? പിന്നെ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട. നിന്റെ മുഖം ഞാൻ ബ്ലർ ചെയ്തത് എന്റെ മര്യാദാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ഒന്നല്ല. എന്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്ക്. ഇപ്പൊ താങ്ങുമ്പോ ഒന്ന് ആളും തരക്കും നോക്കി താങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ വന്ന വയ്യൊന്ന് നീ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായേനെ കേട്ടാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉസ്താദിന് ഇട്ട് കൊടുക്കാം. ബാക്കി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സാജനിക്കാണ്, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാ, വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ്. ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഉഡായ്പ വീരൻ ഉസ്താദില്ലേ, ഇയാൾക്ക് സാജിർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇയാള് ഒരു കാർ കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അതായത് വെറുതെ, അതായത് ഈ വിശ്വാസികളെ പറ്റിക്കാൻ ഇതിലും എളുപ്പമായിട്ടുള്ള വഴി വേറെ ഉണ്ടോ? ഇത് നോക്ക്, ഈ സാജിർ എന്ന് പറയുന്ന ഇയാള് സാജിറിന്റെ ഒരു പഴയ കാർ ഈ ഉഡായ്പ വീരനിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉസ്താദിന്റെ അടുത്തോട്ട് പോയി. ഉസ്താദ് എന്നൊന്നും എനിക്ക് വിളിക്കാൻ കഴിയില്ല, ഇവൻ ഉഡായ്പാണ്. ഉഡായ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ഉഡായ്പിന് അവാർഡ് ഉണ്ടെങ്കിൽ അത് എനിക്ക് കൊടുക്കണം. അമ്മാതിരി ഉഡായ്പാണ് ഇവൻ. ഇതേപോലെയുള്ള ഉഡായ്പുകള് എന്തായാലും ഉസ്താദിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദിന്റെ വാക്കും വിശ്വസിച്ച് പൊട്ടനായിട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ കാർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെയുള്ള മൊയന്തുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതേപോലെയുള്ള ഉസ്താദൊക്കെ കയറി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, എന്തൊരു മണ്ടനാടാ നീ. ഇന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്നോവ എനിക്ക് തരാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്നോവ എനിക്ക് തരാൻ വേണ്ടി വന്നതാണ്. പൊട്ടനായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്നോവ എനിക്ക് തരാൻ വേണ്ടി വന്നതാണ്. ഈ വിശ്വാസികളെ പറ്റിക്കാൻ വളരെയധികം എളുപ്പമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാളുടെ കാറ് ഈ ഉഡായ്പ വീരനിക്ക് കൊടുത്തത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. ഇതേപോലത്തെയുള്ള പല ഉഡായ്പകളുണ്ട് നമ്മുടെ നാട്ടില്. അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. അള്ളാഹു ഐറും ബർക്കത്തും ആഹിറത്തും കൊടുക്കാൻ വേണ്ടി തേടുമല്ലോ. കാരണം ഇന്നോവ കാറിലെ കിട്ടുന്നത്. കുറച്ച് തേടിയാലെന്താ, ഇന്നോവ കാറല്ലേ ഉഡായ്പ വീരാ. ഇതേപോലെ നമ്മളുള്ള മണ്ടന്മാരൊക്കെ പറ്റിച്ചിട്ട് നല്ല പണം ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഉസ്താദിനെ എന്റെ ഇന്നോവ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും ഇന്നോടെ ചാവി ഇന്ന് എന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഇതിനേക്കാളും വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ ഉഡായ്പ വീരൻ പറഞ്ഞിട്ട് ദുആ ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയുള്ള മുസ്ലിംസിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ പോലെയുള്ള മൊയന്തുകൾ ഈ ലോകത്ത് വേറെ ഉണ്ടാവൂല. കാരണം ഇതേപോലെയുള്ള ഉഡായ്പങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഇയാളെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് ആമി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എടാ ഇവൻ ഉഡായ്പാടാ. ഇവൻ മതത്തെ വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുന്ന ഒന്നാം തരം ഉഡായ്പാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ ആയിപ്പോല്ലേ ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. നിങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇതേപോലെയുള്ള ആളുകൾ ജീവിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണം നിങ്ങളൊക്കെ കേട്ടാ. എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്ക് എനിക്ക് പൈസക്ക് നല്ല ആവശ്യമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടില്ലേ. വ്യക്തിപരമായിട്ട് പണത്തിന് നല്ല ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഫോൺ പേ നമ്പർ, ഗൂഗിൾ പേ നമ്പർ ഒക്കെ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ട് അവരോട് സഹായിക്കാൻ വേണ്ടി പറയുന്നത്. ഇതിലും വലിയ തെളിവെന്തെങ്കിലും വേണോ? ഇപ്പൊ മതത്തെ വിറ്റ് ജീവിക്കാൻ നോക്കുന്നെന്ന് പറയാന് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉഡായ്പ തന്നെയാണ്. മനസ്സിലായോ? അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇയാളുടെ മറ്റൊരു വീഡിയോ ആണ്. നിങ്ങൾ പലതരത്തിലുള്ള കച്ചവടം കണ്ടിട്ടുണ്ടാവും. കാറ്, ബൈക്കൊക്കെ പല രീതിയിലും, അതായത് ഡിസ്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ സിയാറത്തിന് പോയ കാറാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത്. കണ്ടോളെ, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാം. 50,000 കിലോമീറ്റർ അള്ളാഹുടെ ദീനിന് വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാണ്. കണ്ടില്ലേ, ഇവന്റെ കയ്യിൽ ഒരു കാറുണ്ട്. ആ കാർ ഇവനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് വിറ്റ് കഴിഞ്ഞാൽ ആരും മേടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോ മതത്തെ അതിൽ കൂട്ടിക്കൊടുക്കുകയാണ്. അള്ളാന്റെ ദീനിന് വേണ്ടി ഞാൻ കുറെ ഓടിയ വണ്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതേപോലെയുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്നത്. ഉഡായ്പിന് അവാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതേപോലെയുള്ള ഉസ്താദുമാർക്ക് തന്നെ കൊടുക്കണം കേട്ടാ. നിങ്ങൾ കാരണം ഇവിടെയുള്ള നോർമലായിട്ട് ജീവിക്കുന്ന ഉസ്താദുമാർക്ക് പോലും അപമാനമായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവനെ പോലുള്ള ആളുകളെ വിശ്വസിക്കാനും നമ്മുടെ നാട്ടിൽ ആളുണ്ടോ? അതാണ് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്. 349023 എന്റെ നമ്പർ, അതിൽ വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടോ, വൈഫിന്റെ നമ്പരാ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഫോൺ നമ്പർ ഒക്കെ കാണിക്കുന്നത്, ഇയാളുടേതും ഇയാളെ വൈഫിന്റെ നമ്പർ ഒരേ സമയം എന്തിനാണ് കാണിക്കുന്നതെന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. പിരിവ് മതത്തിന്റെ പേരില്, അതായത് ഇത്രയും നേരം യൂട്യൂബിൽ ലൈവ് ഇട്ടില്ലേ, അപ്പൊ മതത്തിന്റെ പേരിൽ ഒരു ചെറിയൊരു പിരിവ്.
അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്പറൊക്കെ കാണിക്കുന്നത്. അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ അയക്കണം. പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല. പൈസ ആയിട്ടില്ലെങ്കിൽ നിനക്ക് വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം. അവരെ പറ്റിച്ചുകൊണ്ട് അല്ല, നോർമലായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി ഇയാളെ പോലുള്ള ഉടായ്പകളുടെ കയ്യിലൊന്നും പോയിട്ട് പോവില്ല. അത് വേറെ കാര്യം. പക്ഷെ ഓവറായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവൻ എന്നെ സത്യം, ഇവൻ റസൂലിന്റെ ആളാന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതേപോലുള്ള ആൾക്കാരുള്ളതാണ് ഇവനെ പോലുള്ള ആളുകളുടെ ധൈര്യം. ദിവസവും ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്നിട്ട് മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് 3-4 ഉസ്താദിനൊക്കെ കൂട്ടിയിട്ട് ലൈവ് ഇടും. അപ്പോ അത് കാണുന്ന കുറെ ഇവിടെയുള്ള താത്താമാരാണ് മെയിനായിട്ട് വീണു പോകുന്നത്. ഇതിലും വലിയ തെളിവെന്തൊക്കെ വേണോ? ദിവസവും ഫോൺ പേ നമ്പർ കാണിച്ചിട്ട് എന്നെ സഹായിക്കണം, പൈസ ഒന്നും അങ്ങനെ ആയിട്ടില്ല എന്ന് പറയുന്നപ്പോ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിക്കൂടെ? വെറുതെ മണ്ടന്മാരാവല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ഇതേപോലത്തെ ആൾക്കാരൊക്കെ കാണുമ്പോ മാറ്റി നിർത്തണം, ഒഴിവാക്കി കളയണം. അതാ വേണ്ടത്, അല്ലാതെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. സമയം എനിക്ക് പെട്ടെന്ന് പോകണം. ഇയാൾ സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഇയാൾ ഭയങ്കരമായിട്ടുള്ള ആളാണ്, ഭയങ്കര കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാന്ന് സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേഗം പോണോ, നീ ആരാവൂലിയേ അങ്ങനെ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട്? അങ്ങനെയൊന്നല്ല, നീ ഒരു ഉടായ്പ്. ഞാൻ എല്ലാരോടും പറയാം, ഒരാളും എന്റെ കൈ പിടിക്കരുത്. കൈ പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാണിച്ചത് ഇടത്തെ കൈയല്ലേ? നിങ്ങളെ കുണ്ടി കൈയുന്ന കൈ പിടിക്കലാണോ ഇവിടെയുള്ള ബുദ്ധിയുള്ള വിശ്വാസികളുടെ പണി? ബുദ്ധിയില്ലാത്തവർ നിന്നെ പോലുള്ള ആളുകളുടെ കുണ്ടി കൈയുന്ന കൈ പിടിക്കൂ. എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട, കൈ പിടിക്കാൻ നീ ആവൂലേ? പോടവേ. ആരും എന്റെ പുറകെ വരണ്ട, എന്റെ കൈ പിടിക്കണ്ട, എനിക്ക് അത് ഇഷ്ടവുമല്ല. ഇങ്ങനെ പറയാനുള്ള അവസരം നിങ്ങൾ തന്നെയാണ് ഇതേപോലുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഇതിന്റെ മുൻപ് ഷിയാബ് ചോറ്റൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടായ്പ് വീരനെ പൊക്കിക്കൊണ്ടുപോയി. അവനൊരു ഉടായ്പാണെന്ന് മനസ്സിലായപ്പോ ഇതേപോലുള്ള ആളുകളെയൊക്കെയാണ് അവന്മാർ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ പോലുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക, പടച്ചോനെ മാത്രം വിശ്വസിക്കുക, പടച്ചോനെ റസൂലിനെ വിശ്വസിക്കുക. ഇതേപോലുള്ള ഉടായ്പുകൾ നിങ്ങളെ പോലുള്ള ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതൊന്നും മനസ്സിലാക്കട്ടെ എല്ലാവരും. അതാ നല്ലത്, വേഗം പോട്. എന്നിട്ട് വിശ്വാസികളുടെ മനസ്സിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ലൈവ് ഇട്. അതിൽ നിന്ന് പൈസ കിട്ടുമല്ലോ, അത് നക്കി ജീവിച്ചോ. അല്ലാതെ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ഗൂഗിൾ പേ അയക്കണം എന്ന് പറയല്ലേ കേട്ടാ. ഇതും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസയ്ക്ക് നല്ല ആവശ്യമുള്ളത് കൊണ്ടാണ് കാറ് കൊടുക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇനി കാറ് വേണമെങ്കിലും ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക്. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഭയങ്കര നല്ല ബറക്കത്തുള്ള വണ്ടി കേട്ടോ. ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജ്‌ലിസ് നടത്തിയിട്ടുള്ള വണ്ടിയാ, ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ, ഒരുപാട് മഹാന്മാരുടെ ചാരത്ത് പോയ വണ്ടിയാ, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ 50,000 കിലോമീറ്റർ അള്ളാഹുടെ ദീനിന് വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ. ദീൻ ഉപയോഗിച്ചതിന്റെ ഒരു ബർക്കത്തുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ, ഞാനത് കൊടുക്കുകയാണ്. അത് കൊടുക്കാനുള്ള നിർദ്ദേശം എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ പേരിൽ ആ വണ്ടി കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കാണ്. ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോ. എന്റെ 70 34 90 23 എന്റെ നമ്പർ, അതിൽ വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ കണ്ടോ, വൈഫിന്റെ നമ്പരാ, 70 34 90 23 95. അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ അയക്കണം. പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല. എല്ലാരും ഇന്ന് തന്നെ അയക്കണേ, ഒരാഴ്ചക്കുള്ളിൽ അയക്കണം.